പ്രൈസ് ലോർഡ്. മോർണിംഗ് റേമയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ശബ്ദ സന്ദേശത്തിലൂടെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ചില പൊട്ടിക്കുറിപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചാണല്ലോ. എന്നാൽ ഇന്നു പകൽക്കാലം ചില മരുഭൂമിയുടെ വരണ്ട നിലത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ ചില ദൂതുകളെ കൈമാറുവാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി കിട്ടിയിരിക്കുന്ന തിരുവചന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബോനാൻ്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, ആരംഭത്തിൽ തന്നെ ഞാനൊരു ദൂത് കൈമാറാം. ചില മരുഭൂമിയുടെ അവസ്ഥകളെ ഇന്നു പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിന്ന് എടുത്തു മാറ്റും. ഹല്ലേലൂയ. ചില മരുഭൂമിയുടെ അവസ്ഥകളെന്ന് പറയുന്നത് ആമേൻ, ഹല്ലേലൂയ, ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അകത്ത് കാൽച്ചുവടുകൾ എടുത്തു വച്ച മേഖലകൾക്ക് മുന്നിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ആമേൻ സ്തോത്രം, നമ്മുടെ യാത്രകൾക്ക് ആമേൻ ഒരു ശുഭം വരാതെ വണ്ണം ചില ചുട്ടുപൊള്ളുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വന്നെന്നിരിക്കാം. യാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ, നമ്മുടെ ശരീരം സകലതും നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, യാത്രയുടെ ഒടുവിൽ വെച്ച് അല്ലെങ്കിൽ യാത്രയുടെ മധ്യത്തിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ആമേൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് കാൽച്ചുവടെടുത്ത് വയ്ക്കാൻ കഴിയാതെ വണ്ണം ആമേൻ ചില ചുട്ടുപൊള്ളുന്ന അവസ്ഥകൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ യാത്രയെ തടസ്സമാക്കിക്കൊണ്ട്, നമ്മുടെ ശരീരത്തെ ക്ഷീണമാക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ വന്നെന്നിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവൻ പാട്ടുകാരൻ എഴുതി വെച്ചതുപോലെ മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. നിന്റെ യാത്രകൾ അവസാനിക്കത്തില്ല. മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം കെട്ടി അടയപ്പെട്ട വാതിലുകൾ ഒരു വശത്ത് നിനക്ക് അടഞ്ഞു കിടന്നാലും ആവേശം മറുവശത്ത് നിനക്കായി ആമേൻ നിന്റെ തലമുറയ്ക്കായി ദൈവം മറ്റൊരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ, വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. ആമേൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ആമേൻ ഹല്ലേലൂയ, ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഉപവാസത്തോടെ കണ്ണുനീരോടെ ഈ ആഴ്ചകളിൽ ആമേൻ ഈ ദിവസങ്ങളിലായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ആ വിഷയത്തിൻ്റെ മധ്യേ ആമേൻ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ ഹല്ലേലൂയ. മരുഭൂമിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, മരുഭൂമിക്കകത്ത് ആമേൻ ഹല്ലേലൂയ ഒരു നീരുറവ കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മുന്നോട്ട് പോകുമ്പോൾ ആമേൻ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അസാധ്യമെന്ന് ആമേൻ നമ്മുടെ കണ്ണിൽ തോന്നിയാലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ തോന്നിയാലും അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ വന്നാലും പ്രിയ ദൈവമക്കളെ മറക്കരുത്. അവൻ ഹാഗറിന് വേണ്ടി, തൻ്റെ കുഞ്ഞിന് വേണ്ടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ വരണ്ടു പോയ നിലത്ത് അവൻ മരുഭൂമിയിൽ ദൈവം നീരുറവ തുറന്നതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ ഹല്ലേലൂയ എവിടെ വെച്ച് അവസാനിച്ചെന്ന് കരുതിയോ അല്ലെങ്കിൽ ഇനി സാധ്യതകൾ ഇല്ല എന്ന് അവൻ വിധി എഴുതി വച്ചിരിക്കുന്നുവോ, അതിൻ്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ചില നീരുറവകൾ തുറക്കുവാൻ, അവൻ ചില സാഹചര്യങ്ങളെ അവൻ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവമൈതലേ, നാം വായിച്ചതുപോലെ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ആമേൻ സ്തോത്രം, ചില നിർജ്ജനമായ പ്രദേശങ്ങൾ ആമേൻ സ്തോത്രം, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ആമേൻ ഹല്ലേലൂയ ശൂന്യമായി കിടക്കുന്ന ചില അനുഭവങ്ങളെ ദൈവം എടുത്തു മാറ്റും. അത് സാമ്പത്തിക മേഖല ആയിക്കൊള്ളട്ടെ, ആമേൻ ഹല്ലേലൂയ ഭാവി ആയിക്കൊള്ളട്ടെ. ആമേൻ നാം ചിന്തിക്കുമ്പോൾ ഇനി ഒരു സാധ്യതയുമില്ല, ആമേൻ അതിൻ്റെ അകത്ത് ഇനി ഒരു ഫലം കായ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം യാതൊരു മേഖലയുമില്ലാത്ത ആമേൻ നിർജ്ജനമായി കിടക്കുന്ന ചില ഭൂമികളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം നിറയ്ക്കും. ആമേൻ ഹല്ലേലൂയ. ആത്മീകമായി പറഞ്ഞാൽ ആമേൻ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് കഴിഞ്ഞ നാളുകളിൽ പകർന്ന അഭിഷേകത്തിൽ ഒതുങ്ങി നിൽക്കാതെ ആമേൻ സ്തോത്രം ചിലത് പകരപ്പെടേണ്ടതിന്, ആമേൻ ചില നിറവുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ടതിന് ആമേൻ ഹല്ലേലൂയ നിർജ്ജനമായി കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ, ആമേൻ നിർജ്ജനമായി കിടക്കുന്ന നമ്മുടെ ആത്മീക ജീവിതത്തെ ആമേൻ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ?
ചില നിറവിന് വേണ്ടിയിട്ട് ചില പനിനീർ പുഷ്പം പോലെ പൂക്കുന്ന ചില ഫലങ്ങൾ പുറത്തു വരേണ്ടതിന് ദൈവം നമ്മെ അപ്രകാരം ഒരു തലത്തിലേക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ ജീവിതം ശൂന്യമാണ്, നമ്മുടെ ജീവിതം ശൂന്യമാണ്. സാമ്പത്തികമായി അവനൊന്നുമില്ല, ഹല്ലേലൂയ, ഭൗതികമായി പറഞ്ഞാൽ അവന് യാതൊന്നുമില്ല, അവന് നല്ലൊരു കുടുംബമില്ല. സ്തോത്രം, ഹല്ലേലൂയ, മുന്നോട്ട് പോകാൻ യാതൊരു ചാൻസും ഇല്ലാതിരിക്കുന്നിടത്ത് പനിനീർ പുഷ്പം പോലെ പൂക്കുന്ന നമ്മുടെ സൗരഭ്യവാസനം മറ്റുള്ളവരിലേക്ക് പകരത്തക്കവണ്ണം രീതിയിലുള്ള ചില ഹല്ലേലൂയ മേഖലകൾക്കകത്തേക്ക് ദൈവം നമ്മുടെ കാലുകൾ എടുത്തു വയ്ക്കുവാൻ സഹായിക്കും. സ്തോത്രം, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ഒരു നിറവില്ലാതെ വണ്ണം ഹല്ലേലൂയ, കൃപാവരമില്ലാതെ വണ്ണം ഒന്ന് അഭിഷേകത്തിൽ ജ്വലിക്കുവാൻ കഴിയാതെ വണ്ണം നിർജ്ജനമായി കിടക്കുന്ന ചില ഉള്ളങ്ങളെ ഈ ദിവസങ്ങൾ ദൈവം നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട്, ഒരു നിറവിന് വേണ്ടിയിട്ട് എത്ര ഉള്ളങ്ങൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ഉള്ളങ്ങളെ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത്, ഭൗതിക ജീവിതത്തിൻ്റെ അകത്ത് പനിനീർ പുഷ്പം പോലെ പൂക്കുന്ന ചില അനുഭവങ്ങൾ, മരുഭൂമിയുടെ വരണ്ട നിലത്തിൻ്റെ അവസ്ഥകൾ മാറി ഹല്ലേലൂയ ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ചില ദൈവത്തിൻ്റെ മഹത്വങ്ങൾ കാണുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരേണ്ടതിന് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയുടെ വരണ്ട നിലത്തിൻ്റെ നിർജ്ജന പ്രദേശത്തിൻ്റെയൊക്കെ അവസ്ഥകൾ മാറണമെങ്കിൽ നാം വായിച്ചു കേട്ട വചനത്തിനകത്തുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, ദൂതുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മൾ ഉറക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അതിന് 3-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവിൻ. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് മടുത്തുപോയ ചില വിഷയങ്ങൾ, ദൈവത്തിൽ ആഗ്രഹിച്ച് അത് കിട്ടാതെ പോയ വിഷയങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു ഹല്ലേലൂയ വകയുമില്ലാതെ വണ്ണം അടഞ്ഞു പോയ ചില വാതിലുകൾ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് മുമ്പിൽ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സ്തോത്രം, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ തളർന്നു പോയ കൈകൾ ദൈവത്തിൽ നിന്ന് ബലപ്പെടുത്തണം. കുഴഞ്ഞു പോയ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ മുട്ടുമടക്കി, പക്ഷേ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ മറുപടി കിട്ടാത്തത് കൊണ്ട് ഹല്ലേലൂയ പിന്നെ അതിലൊരു വിശ്വാസമില്ലാതെ ഇനി അത് ലഭിക്കത്തില്ല എന്ന് കരുതി മടക്കി വച്ചിരിക്കുന്ന ചില വിഷയങ്ങളുമായി പിന്നെയും ദൈവത്തിൽ മുട്ടുമടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും പ്രവർത്തിപ്പാൻ കഴിയാത്തൊരു ദൈവത്തിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇന്നും പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ആ ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുക ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മരുഭൂമിയുടെ വരണ്ട നിലത്തിൻ്റെ അവസ്ഥകൾ മാറി ഹല്ലേലൂയ ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന, നിർജ്ജന പ്രദേശത്ത് പനിനീർ പുഷ്പം പോലെ പൂക്കുന്ന അനുഭവങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തരും. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പഠിക്കാൻ ബുദ്ധിയില്ലാത്തതാണോ, ഹല്ലേലൂയ ഓർമ്മശക്തി കുറവുള്ളതാണോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ലാത്തതാണോ, നല്ലൊരു ഭാവി ഇല്ലാത്തതാണോ, തലമുറകളില്ലാത്തതാണോ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണോ, കെട്ടുപെട്ടു പോയ ഏത് മേഖലയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ളത്, ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ആ അനുഭവങ്ങളൊക്കെയും എടുത്തു മാറ്റി ദൈവം പുതിയൊരു തലത്തിലേക്ക് കയറ്റുന്ന ദിവസങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വിശ്വസിക്കുക. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മുടെ കൈകളെ ബലപ്പെടുത്തുക. കുഴഞ്ഞു പോയ മുഴങ്കാലുകളുടെ ദിവസത്തിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ ദിവസത്തിൽ പകരുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദിവസങ്ങൾ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മധ്യ ദൈവം പ്രവർത്തിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതത്തിന് നന്ദി പറയുന്നു കർത്താവേ. ദൈവവചനം കേൾക്കുന്ന സകല ദൈവമക്കളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല കർത്താവേ. അങ്ങുള്ളതുപോലെ അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. മരുഭൂമിയുടെ വരണ്ട നിലത്തിൻ്റെ അനുഭവങ്ങൾ മാറി ദൈവമേ ഉല്ലാസത്തിൻ്റെ ജയഘോഷത്തിൻ്റെ ദിവസങ്ങളാക്കി ദൈവം അവരുടെ ജീവിതത്തെ മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയങ്ങൾക്ക് മധ്യേ പിന്നെ ഈ ദൈവസ്ഥലിൽ കർത്താവ് മുഴങ്കാലുകളെ മടക്കുവാൻ ദൈവം ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിക്കുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. സലമാനോ മഹത്വം യേശുവിന്, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.